ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെന്താ പിള്ളേരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത? മര്യാദയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടാൽ മതി കേട്ടാ. കാരണം 2000 പേരുടെ അടുത്ത് വീഡിയോ കാണുന്നുണ്ട്, 500 പേരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള. മര്യാദയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇനി വീഡിയോ കണ്ടാൽ മതി. അങ്ങനെ പഠിച്ചാൽ കൊള്ളില്ലല്ലോ. വേഗം സബ്സ്ക്രൈബ് ചെയ്ത് നോക്കട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ എനിക്ക് സബ്സ്ക്രിപ്ഷൻ കൂടണം കേട്ടാ, പറഞ്ഞില്ല എന്ന് വേണ്ട. ഈ വീഡിയോയുടെ കൂടെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കയറിയില്ലെങ്കിൽ നാളെ കൊണ്ട് ഞാൻ വീഡിയോ ഇടില്ല. എന്നോട് കളിച്ച് അങ്ങനെ ഇരിക്കും, നോക്കിക്കോ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? ഇത് നമ്മുടെ 64ാമത്തെ പാർട്ടാണ്. പോവാം. കുറച്ചു നേരം കഴിഞ്ഞതും ദേവ തിരികെ വീട്ടിലേക്ക് പോയി. ദേവ പോയതും ശിവ മുറിയിലേക്ക് തന്നെ തിരിച്ചുപോയി. പാർവണ തന്നെ താഴെ ഇരുന്ന് രാത്രി വരെ സമയം കഴിച്ചു. ശിവ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? പാതി ചാരിയ വാതിൽ തുറന്നുകൊണ്ട് പാർവണ ചോദിച്ചു. വരൂ. ശിവ അവളെ സംശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. ഞാനിവിടെ കിടന്നോട്ടെ? നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? എൻ്റെ ഒപ്പം ഇങ്ങനെയൊരു ചോദ്യം, അല്ലെങ്കിൽ നീ എൻ്റെ ഒപ്പം തന്നെയല്ലേ കിടക്കാറുള്ളത്? ചോദിച്ചു. അത് നിന്റെ ഇഷ്ടത്തോടെ ഒന്നല്ലല്ലോ. ഞാൻ നിന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്ത് കിടക്കുന്നതല്ലേ. എനിക്ക് തന്നെ കിടക്കാൻ പേടിയായതുകൊണ്ടാണ്. വേണമെങ്കിൽ ഞാൻ നിലത്ത് കിടന്നോളാം. ഏയ്, അതൊന്നും വേണ്ട, നീ ഇവിടെ കിടന്നോ. അത് പറഞ്ഞ ശിവ ബെഡിന് മുകളിൽ കിടന്നിരുന്ന തൻ്റെ ബുക്കുകളെല്ലാം എടുത്തു മാറ്റി. ഗുഡ് നൈറ്റ്. അത് പറഞ്ഞ പാർവണ ബെഡിൻ്റെ ഒരു വശം ചേർന്ന് കിടന്നു. ഇവക്ക് ഇതെന്താ പറ്റിയേ? ആകെ ഒരു മാറ്റം. ഇത്രയും മര്യാദയോടൊക്കെ സംസാരിക്കാൻ ഇവൾക്കറിയോ? പക്ഷേ ആ പഴയ പാർവണിയായിരുന്നു നല്ലത്. ശിവ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ബെഡിൽ കിടന്നു. രാവിലെ അടുക്കളയിൽ പണി നോക്കുമ്പോഴാണ് ആരോ കോണിമ്പൽ അടിക്കുന്ന ശബ്ദം പാർവണ കേട്ടത്. കഴുകിക്കൊണ്ടിരുന്ന പാത്രങ്ങളെല്ലാം ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ചവർ വേഗം വന്ന് മുൻവശത്തെ വാതിൽ തുറന്നു. പെട്ടെന്ന് മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ട് പാർവണ ഞെട്ടിത്തേച്ചു നിന്നു. സത്യ? അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു. ഹൂ ആർ യു? നീ എന്താ ഇവിടെ? അവളെ കണ്ട് സംശയത്തോടെ സത്യ ചോദിച്ചു. ഞാൻ ശിവയുടെ ഭാര്യ. ഭാര്യയോ? ആ സ്ഥാനത്തിരിക്കാൻ എനിക്ക് മാത്രമേ യോഗ്യതയുള്ളൂ, എനിക്ക് മാത്രം. അത് പറഞ്ഞ് അവളുടെ കഴുത്തിൽ കിടന്ന താലി സത്യ പൊട്ടിച്ചെടുത്തു. നോ! പാർവണ കരഞ്ഞുകൊണ്ട് ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. ഒരു നിമിഷം അത് സ്വപ്നമാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. എഴുന്നേറ്റ് ടേബിളിന്റെ മുകളിലിരിക്കുന്ന ബോട്ടിലുള്ള മുഴുവൻ വെള്ളം കുടിച്ചിട്ടും അവൾക്ക് ദാഹം മാറാത്ത പോലെ തോന്നി. ശിവ നല്ല ഉറക്കത്തിലാണ്. പാർവണയ്ക്ക് മനസ്സിലൊരു പേടി വന്ന് നിറയുന്ന പോലെ തോന്നി. സമയം നോക്കിയപ്പോൾ 3 മണി കഴിഞ്ഞിരുന്നു. വെളുപ്പംകാലം കണ്ട സ്വപ്നം ഫലിക്കുന്നല്ലേ? ഇനി എന്തെങ്കിലും സത്യം തിരിച്ചു വരുമോ? ഇനി വന്ന ശിവൻ ഉപേക്ഷിച്ച് അവളെ സ്വീകരിക്കുമോ? അവളുടെ മനസ്സിൽ ഓരോ ചോദ്യങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. പിന്നീട് ബെഡിൽ വന്ന് കിടന്നെങ്കിലും അവൾക്ക് ഉറക്കം വന്നില്ല. അതുകൊണ്ട് അവൾ പതിയെ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു. അല്ലെങ്കിലും കുറച്ച് ദിവസങ്ങളായി തൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ പിന്നെ ഉറക്കം വരില്ല. തൻ്റെ ഉറക്കം കെടുത്തുന്ന പ്രധാന മുഖം സത്യയുടേത് തന്നെയായിരുന്നു. അന്ന് ലാപ്ടോപ്പിൽ അവർ ഇരുവരെയും ഒരുമിച്ച് കണ്ടുള്ള ഫോട്ടോ കണ്ടതു മുതൽ തൻ്റെ സമാധാനം എല്ലാം പോയിരുന്നു. സത്യ എവിടെയായിരിക്കും? അവൾക്ക് എന്താ സംഭവിച്ചേ? ഇനി അവൾ ജീവിച്ചിരിക്കുന്നുണ്ടാവോ? ഇതൊക്കെ ആരോടാ ഒന്ന് ചോദിക്കുക. അവളിനി ഒരു പക്ഷെ ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ എനിക്ക് ശിവയെ കിട്ടുമായിരിക്കും. പക്ഷേ ഞാനങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. കാരണം അവർ പരസ്പരം സ്നേഹിച്ചവരാണ്. ഒരു പക്ഷെ എന്നെയൊക്കെ കൂടുതൽ സത്യശിവ സ്നേഹിച്ചിരിക്കും. അവർ ഒരുമിച്ചല്ലേ വർക്ക് ചെയ്തിരുന്നേ? അമേരിക്കയിൽ ഒപ്പമാണ് പഠിച്ചതും. ഇനി അവരെങ്ങാനും ലിവിങ് ടുഗദർ എങ്ങാനും ആയിരിക്കൂ. പാർവണയുടെ ടെൻഷൻ ഒന്നുകൂടെ കൂടി. അങ്ങനെ വല്ലതും ആണെങ്കിൽ അയ്യേ, ഞാനെന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ? ബി പോസിറ്റീവ്. ശിവയ്ക്ക് സത്യം മറന്ന് എന്നെ സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ അവനെ ശല്യപ്പെടുത്താൻ പോവില്ല. ഇനി അവൻ എന്നോട് എന്നെങ്കിലും ഒരു കടുകുമണിയോളെങ്കിലും സ്നേഹം തോന്നിയ പിന്നെ ഞാൻ അവനെ ആർക്കും വിട്ടുകൊടുക്കില്ല. പക്ഷേ അവൻ എന്നോട് അങ്ങനെ ഒരു സ്നേഹം തോന്നിയില്ലെങ്കിലോ?
എന്തൊരു കഷ്ടായത് എന്റെ കാര്യം. ഞാൻ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഷോ, ഏതു നേരം കളിച്ച് ചിരിച്ച് എന്ത് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ജീവിച്ചോണ്ടിരുന്നത്. ഇപ്പൊ എന്നും കരച്ചിലും സങ്കടവും, ആകെ പ്രാന്ത് പിടിക്കണ പോലെ തോന്നുക. മഞ്ഞു പെയ്യുന്നതിനാൽ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത തണുപ്പ് തോന്നിയിരുന്നു. അതുകൊണ്ട് അവൾ നേരെ റൂമിലേക്ക് തന്നെ വന്നു. ശിവ നല്ല ഉറക്കമായതുകൊണ്ട് പാറുണ അവന്റെ തൊട്ടരികിലായിരുന്നു. നീ ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ ശിവ. നീ കാരണം എൻ്റെ ഉറക്കെല്ലാം പോയി. ഇതുവല്ല നീ അറിയുന്നുണ്ടാ? എങ്ങനെ അറിയാനാ? എങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിചാരം വല്ലതും ഉണ്ടോ നിനക്ക്? അല്ലെങ്കിൽ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനല്ലേ അവകാശമില്ലാതെ ഇവിടെ നിൽക്കുന്ന ആള്. പാർവണ, ശിവ ഉറക്കത്തിൽ പതിയെ വിളിച്ചു. അവനിപ്പോ എന്റെ പേരല്ലേ വിളിച്ചേ? നീ എനിക്ക് തോന്നിയതാണോ? പാർവണ, ഇനി ഞാൻ പറഞ്ഞാലും നീ എന്നെ വിട്ട് എവിടേക്കും പോവണ്ട. നീ ഇല്ലാത്തപ്പോൾ എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരാഴ്ച ഞാൻ എങ്ങനെയാണ് തള്ളി നീക്കിയെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ശിവ ഉറക്കത്തിൽ പറയുന്നത് കേട്ട് പാർവണ ശരിക്കും ഞെട്ടിയിരുന്നു. അപ്പോ നീ ശരിക്കും മിസ് ചെയ്തോ ശിവ? പാർവണ ആകാംക്ഷയോടെ ചോദിച്ചു. പക്ഷെ ശിവയുടെ ഭാഗത്തു നിന്നും ഒരു മറുപടി ഇല്ല. ശിവ, നിനക്ക് തന്നെ ഇഷ്ടാണോ? ശിവ ഒന്നും പറയുന്നില്ല എന്ന് കണ്ടതും പാർവണ അവനെ ശക്തിയെ കുലുക്കി വിളിച്ചു. അത് കേട്ട് ശിവ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റു. എന്താ പാർവണ, എന്താ പറ്റിയേ? ശിവ എഴുന്നേറ്റ് ടെൻഷനോടെ ചോദിച്ചു. അപ്പോഴാണ് താൻ എന്താണ് ചെയ്തതെന്ന ബോധം പാർവണയ്ക്ക് ഉണ്ടായത്. അത് ഞാൻ അറിയാതെ വിളിച്ചതാ, പാർവണ പതർച്ചയോടെ പറഞ്ഞു. അത് കേട്ട് ശിവ ക്ലോക്കിലേക്ക് നോക്കി. സമയം 3:45 നിനക്കെന്താ ഉറക്കൊന്നുമില്ലേ? ശിവ അവളെ നോക്കി ചോദിച്ചു. എനിക്ക് ഉറക്കം വന്നില്ല. അത് സാരില്ല, കുറച്ചു നേരം കണ്ണടച്ച് ചേർന്നാൽ മതി, അപ്പൊ ഉറക്കം വന്നോളും. ഇനി ഉറക്കൊന്നും വരില്ല. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ്. നീ കിടന്നോ? ഞാൻ എന്തായാലും എക്സാമിനുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഒന്നുകൂടെ പോയി നോക്കട്ടെ. ഞാൻ പുറത്തെ റൂമിലുണ്ടാവും. അത് പറഞ്ഞ് പാർവണ ബെഡിൽ നിന്ന് എണീറ്റു. പാർവണ, താൻ ഇനി അപ്പുറത്തെ റൂമിലേക്കൊന്നും പോവാൻ നിൽക്കണ്ട, ഇവിടെ ഇരുന്ന് പഠിച്ചോ. വേണ്ട ശിവ, നീ കിടന്നോ. ലൈറ്റ് ഓൺ ചെയ്താൽ നിനക്ക് ഉറങ്ങാൻ പറ്റില്ല. എനിക്കിനി ഉറക്കം വരില്ല. സമയം എന്തായാലും ഇത്രയായില്ലേ, നീ പഠിച്ചോ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അത് പറഞ്ഞ് ശിവ ബാത്റൂമിലേക്ക് പോയി മുഖം കഴുകി വന്നു. അപ്പോഴേക്കും പാർവണ ബുക്കെല്ലാം എടുത്ത് ടേബിളിൽ മുകളിൽ വന്നിരുന്നു. എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് കഴിഞ്ഞോ? പാർവണയുടെ തൊട്ടരിക്കിലുള്ള ചെയർ വലിച്ചിട്ടുകൊണ്ട് ശിവ ചോദിച്ചു. കുറെയൊക്കെ കഴിഞ്ഞു, ഇനി ഇതും കൂടിയുള്ളോ? ഞാനൊന്ന് നോക്കട്ടെ. അത് പറഞ്ഞ് പാർവണയുടെ കയ്യിൽ നിന്ന് ശിവ ബുക്ക് വാങ്ങി. ഇത് ഈസി ടോപ്പിക്കാണ്, ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞ് ശിവ അവൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അത് വായിച്ച് നിങ്ങൾ എന്നെ നോക്കിക്കോട്ടെ. ഹീമോഫീലിയ എന്താണെന്നാണ്. ശിവ ബുക്കിൽ നോക്കി വായിക്കുന്ന സമയം പാർവണ കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. കുറച്ചു മുമ്പ് ശിവ പറഞ്ഞ വാക്കുകളായിരുന്നു അവളുടെ മനസ്സിൽ മുഴുവൻ. അക്കാര്യത്തെ കുറിച്ച് ശിവയോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, ഒന്നാമത് അവൻ സത്യം പറയില്ല. പിന്നെ ഈ കാര്യത്തെ കുറിച്ച് ചോദിച്ചാ ഇപ്പൊ കാണിക്കുന്ന ചെറിയൊരു സ്നേഹം പോലും പോയി കിട്ടും. അവൾ മനസ്സിലായിച്ചു. പാർവണ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? അവളുടെ നോട്ടം കണ്ട് ശിവ അല്പം സ്വരം ഘടിപ്പിച്ച് തന്നെ ചോദിച്ചു. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ശിവ. പിന്നീട് പാർവണ ശിവ പറഞ്ഞു തരുന്നതിൽ ശ്രദ്ധ ചെലുത്തി. അല്ലെങ്കിൽ ഇപ്പോഴുള്ള ശാന്ത സ്വഭാവം മാറി കലിപ്പ് മൂടാവണമെന്ന് അവൾക്കും അറിയാം. അവൻ ആ ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്തു. ഇനി താനിരുന്ന് വായിച്ചു നോക്കൂ, എന്നിട്ട് ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ചോക്കി. അത് പറഞ്ഞ് ശിവ ബുക്ക് പാർവണയുടെ മുന്നിലേക്കായി വെച്ചു. അവൾ തലയാട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു തന്ന ടോപ്പിക്ക് വായിക്കാൻ തുടങ്ങി. ബുക്കിൽ നിന്ന് ശിവയുടെ ശ്രദ്ധ എപ്പോഴോ പാർവണയുടെ മുഖത്തേക്ക് മാറി. കട്ടിയുള്ള പുരികവും നീണ്ട മൂക്കും ചെറിയ മൂക്കുത്തിയും വിടർന്ന മിഴികളും എല്ലാം അവൻ ആദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നത്. കാറ്റത്ത് മുഖത്തേക്ക് പാറി വീഴുന്ന മുടിയിഴകൾ പാർവണ ഇടയ്ക്കിടയ്ക്ക് പിന്നിലേക്ക് ഒതുക്കി വെക്കുന്നുണ്ട്. ശിവയുടെ നോട്ടം തന്നിൽ തന്നെയാണെന്ന് മനസ്സിലായതും പാർവണ തല ഉയർത്തി അവനെ നോക്കി. എന്താ ശിവ? അവൾ ചോദിച്ചു. പക്ഷേ അവൻ അതൊന്നും കേട്ടിരുന്നില്ല. എന്താ ശിവ? അവൾ ഒന്നുകൂടെ ശബ്ദമുയർത്തി ചോദിച്ചതും ഞെട്ടിക്കൊണ്ട് തലതിരിച്ചു.
ഒന്നുമില്ല, ഞാനെന്തോ ആലോചിച്ചതാ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. അത് പറഞ്ഞ അവൻ വേഗം എണീറ്റ് മുറിക്ക് പുറത്തേക്ക് നടന്നു. അവന്റെ മുഖഭാവം കണ്ട് ചിരിച്ച് പാർവണയെ വീണ്ടും പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ചില നേരത്തെ എനിക്കെന്താ പറ്റണേ, അവളെ കുറച്ച് ദിവസം കാണാതായത് പിന്നെ ദേവ പറഞ്ഞ പോലെ എനിക്കെന്തൊക്കെയോ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണേ? ഇതൊന്നും ശരിയല്ല ശിവ. അവൻ തന്റെ മനസ്സിനെ സ്വയം നിയന്ത്രണത്തിലാക്കാൻ നോക്കി. അല്ലെങ്കിൽ ഞാനെന്തിനു സ്വയം കുറ്റപ്പെടുത്തണം? അവളെന്റെ ഭാര്യയല്ലേ. അപ്പൊ ഒന്ന് നോക്കിന്ന് വെച്ചിട്ട് എന്താ കുഴപ്പം? അതിനുള്ള അവകാശം തന്നെയില്ലേ എനിക്ക്? ശിവയുടെ മനസ്സ് അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. ശിവ, ഇതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രാണ്. നിനക്ക് അവളോട് ഒന്നുമില്ല. അത് പറഞ്ഞ് ശിവ തിരികെ റൂമിലേക്ക് വന്നു. പിന്നീട് അവൻ അബദ്ധവശാൽ പോലും പാർവണയുടെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു. രാവിലെ 8 മണിയോടുകൂടി അവർ വീട്ടിൽ നിന്നിറങ്ങി. 1 മണിക്കൂറിനുള്ള യാത്രയുണ്ട് എക്സാം സെന്ററിലേക്ക്. പാർവണയെ കോളേജിൽ ഇറക്കി. കോളേജിന്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ ശിവ നിന്നു. ഓൾ ദി ബെസ്റ്റ്, നന്നായി എക്സാം എഴുതിയിട്ട് വാട്ടോ, ശിവ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. താങ്ക്സ്. അത് പറഞ്ഞ് അവൾ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോയി. നോട്ടീസ് ബോർഡിൽ നിന്നും സീറ്റ് നമ്പറും ഹാളും എല്ലാം അവൾ കണ്ടുപിടിച്ചു. 2ാമത്തെ ബ്ലോക്കിലായിരുന്നു എക്സാം ഹാൾ ഉണ്ടായിരുന്നത്. ക്ലാസ്സിലെത്തിയപ്പോഴാണ് തന്റെ ഒപ്പം പഠിച്ചിരുന്ന അനാമികയെ അവൾ കണ്ടത്. പാർവണ! അവളെ കണ്ടത് അനാമിക അവളുടെ അരികിലേക്ക് ഓടി വന്നു. ആമി, നീ എക്സാം എഴുതണ്ടാ? നിന്റെ പഠിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞോന്ന് ചോദിച്ചാ കഴിഞ്ഞു, ഇല്ലേന്ന് ചോദിച്ചാ ഇല്ല. നിന്റെയോ? ആ, കൊറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. അല്ല, നിന്റെ മാരേജ് കഴിഞ്ഞോ? രേവതിയുടെ മാരേജ് കഴിഞ്ഞ് അറിഞ്ഞായിരുന്നോ? പക്ഷെ നിന്റെ കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. പാർവണിയുടെ താലി സിന്ദൂരം കണ്ടാണ് അനാമിക ചോദിച്ചത്. കഴിഞ്ഞു, എല്ലാം പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ആരെയും വിളിക്കാൻ പറ്റിയില്ല. അത് സാരില്ലടാ. അയ്യോ, ഇവൾക്ക് എക്സാം ഉണ്ടാ? അകലെ നിന്ന് നടന്നു വരുന്ന ഒരു പെൺകുട്ടിയെ നോക്കി അനാമിക ചോദിച്ചു. ആരാ എന്ന രീതിയിൽ പാർവണ തിരിഞ്ഞു നോക്കിയതും തങ്ങൾക്ക് നേരെ നടന്നു വരുന്ന ആളെ കണ്ട് പാർവണയുടെ മുഖവും ആകവും മാറിയിരുന്നു. അഖിലല്ലേ അത്? അവൾ എന്തവിടെ? അവൾ എക്സാം പാസ്സായതല്ലേ? പാർവണ സംശയത്തോടെ ചോദിച്ചു. അവൾ ഇംപ്രൂവ്മെന്റ് എഴുതുന്നുണ്ട് തോന്നുന്നു. ഇത് വെറും അഖിലല്ല, തള്ളിസ്റ്റ് അഖിലാണ്. ഇപ്പൊ വന്നാ തുടങ്ങും അവളുടെ ഒടുക്കത്തെ തള്ളു. അവളുടെ മാരേജ് കഴിഞ്ഞു 1 മാസം മുമ്പായിരുന്നു. എറണാകുളത്തെ ഏതൊരു ബിസിനസ് മാൻ അത്ര. പണ്ട് മുതലേ കൂട്ടുക്കത്തെ തള്ളാണ്. ഇപ്പൊ അതുകൂടെ കൂടിയിട്ടുണ്ടോ ഒന്നുകൂടെ. തള്ളി തള്ളി കോളേജ് വീഴ്ത്താതിരുന്ന ഭാഗ്യം. അത് പറഞ്ഞ് പാർവണ പിറുപിറുത്തു. അപ്പോഴേക്ക് ആ പെൺകുട്ടി അവരുടെ അരികിലേക്ക് നടന്നെത്തിയിരുന്നു. ഹായ് ഗൈസ്, നിങ്ങളിവിടെ കാണുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ? കുറച്ചൊക്കെ കഴിഞ്ഞു, പാർവണി അനാമിക ഒരേപോലെ പറഞ്ഞു. ആണോ? എനിക്കിനി കുറച്ച് ടോപ്പിക്കും കൂടെ നോക്കാനുണ്ട്. എനിക്ക് എക്സാം ഒന്നും എഴുതാൻ ഒട്ടും താല്പര്യമില്ലാന്നേ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞുകൊണ്ട് മാത്രം വന്നതാ. ആള് പറഞ്ഞു ഞാൻ വെറുതെ എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ആള് നോക്കാന്ന്. യൂണിവേഴ്സിറ്റിയിൽ ആരൊക്കെ ഏട്ടന് പരിചയമുണ്ടത്രേ. നല്ല മാർക്ക് പ്രതീക്ഷിക്കെന്നാണ് ഏട്ടൻ പറഞ്ഞത്. എന്നാലും നിങ്ങൾക്കറിയാലോ, എനിക്ക് അതിനൊന്നും പണ്ട് മുതലേ താല്പര്യമില്ല. അതുകൊണ്ട് സ്വയം പഠിക്കാന്ന് വിചാരിച്ചു. നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഞാൻ പോയി പഠിക്കട്ടെ കേട്ടോ. അത് പറഞ്ഞ് അവൾ ക്ലാസ്സിന് അകത്തേക്ക് നടന്നു. പിന്നെ അവളുടെ ഭർത്താവല്ല യൂണിവേഴ്സിറ്റിയിലെ പേപ്പർ വാല്യൂഷൻ ചെയ്യണേ. ഇവളുടെ തള്ളിന് ഒരു കുറവില്ലല്ലോ, പാർവണ ദേഷ്യത്തോടെ ചോദിച്ചു. അവളുടെ ഒരു വേഷം കണ്ടില്ലേ നീ? അവളുടെ ഒരു ജീൻസും ടോപ്പും തള്ളയായി. എന്നിട്ട് മേക്കപ്പിന് ഒരു കുറവില്ല. ഐശ്വര്യ റായി എന്ന വിചാരം. അവൾ പോകുന്നു നോക്കി അനാമിക കുറ്റം പറഞ്ഞു. അപ്പോഴേക്ക് എക്സാം ഹാളിലേക്ക് കയറാനുള്ള ബെല്ലടിച്ചു. പാർവണ വേഗം ബാഗ് എടുത്ത് പുറത്തേക്ക് വെച്ച് ഹോൾ ടിക്കറ്റും പേനയുമായി എക്സാം ഹാളിലേക്ക് കയറി. 2.5 മണിക്കൂറായിരുന്നു എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ പാർവണ അനാമികയെ കാത്തു പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അനാമികയ്ക്ക് മുന്നേ അഖില ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്നതും പാർവണ അവളെ കാണാത്ത പോലെ ദൂരേക്ക് നോക്കി നിന്നു. പക്ഷെ അഖിലയ്ക്ക് അവളെ വെറുതെ വിടാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പാർവണ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, ഈസി ആയിരുന്നു. ആണോ? എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഞാൻ 80 മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോഴേക്ക് അനാമിക എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് വന്നിരുന്നു. അവർ 3 പേരും ബാഗ് എടുത്ത് ഗേറ്റിന് അരികിലേക്ക് നടന്നു. ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചേ, പാർവണിയുടെ മാരേജ് കഴിഞ്ഞോ?
കഴിഞ്ഞു. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? വല്ല ഓട്ടോ ഡ്രൈവറോ ബസ് കണ്ടക്ടറോ അങ്ങനെ ആയിരിക്കുമല്ലേ? അഖില കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അതിനിപ്പോ എന്താ, കണ്ടക്ടർ ആണെങ്കിൽ ഓട്ടോ ഡ്രൈവർ ആണെങ്കിൽ ഏതൊരു ജോലിക്ക് അതിൻ്റെതായ ഒരു മാന്യതയുണ്ട്. അനാമിക ദേഷ്യത്തോടെ പറഞ്ഞു. എനിക്കെന്താ അതൊന്നും ഇഷ്ടല്ല. എന്റെ ഹസ്ബൻഡ് എപ്പോഴും ഫോർമൽ ഡ്രസ്സിലായിരിക്കും. അതുകൊണ്ട് എനിക്കത് കണ്ടിട്ടാന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള സാധാരണ കൂലിപ്പണിക്കാരെ കാണുമ്പോൾ എനിക്കെന്തോ ഒരു ഇറിറ്റേഷനാണ്. നിന്റെ അച്ഛൻ ഓട്ടോ ഡ്രൈവർ ആയിരുന്നില്ലേ? ആളെ കാണുമ്പോഴും നിനക്ക് ഈ ഇറിറ്റേഷൻ ഉണ്ടാ? അനാമിക തിരിച്ചു ചോദിച്ചത് അഖിലൊന്ന് പതറി. നീ ഇങ്ങനെ പോകുന്നേ പാർവണ? വിഷയം മാറ്റാൻ അഖില ചോദിച്ചു. ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. ആണോ? പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാലോ അല്ലേ? അതിനൊന്നും എന്റെ ഹസിന് നേരില്ല, എപ്പോഴും ബിസിയാണ്. അതുകൊണ്ട് ഞാൻ കാറിലാണ് വന്നേ. മാരേജ് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ആളെന്നെ കാർ ഓടിക്കാൻ പഠിപ്പിച്ചു. ലൈസൻസും കിട്ടി. അതുകൊണ്ട് എറണാകുളത്ത് നിന്ന് ഇതുവരെ ഒറ്റയ്ക്ക് കാർ ഓടിച്ചാണ് ഞാൻ വന്നേ. അനാമിക എങ്ങനെ പോകുന്നേ? അവൾ ചോദിച്ചു. ഞാൻ ബസ്സിലാ, എനിക്കിവിടെ അടുത്താണല്ലോ. നിങ്ങളെങ്ങനെ ബസ്സിലാക്കി പോണേ? എനിക്ക് ബസ്സിൽ കയറുമ്പോൾ തന്നെ ഒരു ബാഡ് ഫീലാണ്. എനിക്ക് ടൈമില്ല, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോവുള്ളായിരുന്നു. പക്ഷെ എനിക്ക് എറണാകുളം വരെ ഡ്രൈവ് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ ഇറങ്ങിയാലേ ഈവനിങ് ആകുമ്പോഴേക്കും അവിടെ എത്തുള്ളൂ. അപ്പോഴേക്കും അവർ നടന്ന് ഗേറ്റിനരികിലേക്ക് എത്തിയിരുന്നു. പാർവണയെ കണ്ടതും കാറിനുള്ളിൽ നിന്ന് ശിവ പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. എന്തായാലും പാർവണയുടെ ഹസ്ബൻഡിനെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാം. അത് പറഞ്ഞ് പാർവണയുടെ ഒപ്പം അഖില വന്നു. എനിക്കൊന്ന് പരിചയപ്പെടണം നിന്റെ ഹസ്ബൻഡിനെ. അത് പറഞ്ഞ് അനാമിക അവളുടെ ഒപ്പം വന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു.